ചിയ സീഡ്സ് വളരെ പോപ്പുലർ ആണല്ലേ? ശരിക്കും ചിയ സീഡ്സ് കഴിച്ചാൽ വണ്ണം കുറയോ? ഇതെങ്ങനെയാ ശരിക്കും ഉപയോഗിക്കേണ്ടത്? ചിയ സീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള 3 റെസിപ്പികൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു ദിവസം എത്ര ചിയ സീഡ്സ് വരെ കഴിക്കാം? എന്തൊക്കെയാണ് ചിയ സീഡ്സ് കഴിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ? ഇവയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ആദ്യം എന്താ ചിയ സീഡ്സ് എന്ന് പറയാം. സാൽവിയ ഹിസ്പാനിക്ക എന്ന ചെടിയുടെ വിത്താണ് ഈ ചിയ സീഡ്സ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വെള്ളത്തിലിട്ടാൽ പല മടങ്ങായിട്ട് വെള്ളം കുടിച്ചിട്ട് ഒരു ജെല്ല് പോലെ ആയി മാറും. ചിയ സീഡ്സ് ചെറുതാണെങ്കിലും അത് പല മടങ്ങായി വലുതാവുന്നത് കൊണ്ട് അത് നമ്മുടെ വയറിലെത്തിയാൽ ഒരു ഫുള്ളായ ഫീലിംഗ് ഉണ്ടാക്കും. വയറ് നിറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാക്കും. അത് നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള ഒരു എനർജി തന്നുകൊണ്ടിരിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ചിയ സീഡ്സ് നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കും. അതുപോലെ അത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് തടയും. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് കഴിച്ചു തുടങ്ങുമ്പോൾ വണ്ണം കുറയാൻ തുടങ്ങും, വെയിറ്റ് ലോസ് ഉണ്ടാവും. നമ്മുടെ മാർക്കറ്റുകളിൽ 2 തരം ചിയ സീഡ്സ് ആണ് ഇപ്പോൾ കാണുന്നത്. കറുത്ത ചിയ സീഡ്സ് ഉണ്ട്, വെളുത്ത ചിയ സീഡ്സ് ഉണ്ട്. അതിന്റെ ആരോഗ്യ ഗുണങ്ങളും വണ്ണം കുറയാൻ അതെങ്ങനെ സഹായിക്കുന്നു എന്നൊക്കെ നോക്കിയാൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. രണ്ടിലും ഗുണങ്ങൾ ഏകദേശം ഒരുപോലെയാണ്. നിങ്ങൾ ഏത് ചിയ സീഡ്സ് ആണ് ഉപയോഗിക്കുന്നതെന്ന് കമന്റിൽ പറയൂ കേട്ടോ. നമുക്ക് എങ്ങനെ ഇത് കഴിക്കാമെന്ന് നോക്കാം. ആദ്യം 3 റെസിപ്പികൾ പരിചയപ്പെടാം. ആദ്യത്തേത് ഏറ്റവും സിമ്പിൾ ആണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ചിയ സീഡ്സ് ആഡ് ചെയ്യുക. ഒരു അരമണിക്കൂർ അത് കുതിർക്കാൻ വെക്കുക. അത് കുതിർത്തതിന് ശേഷം കുറച്ച് നാരങ്ങാനീര് ചേർത്തിട്ട് അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇത് രാവിലെ വേണമെങ്കിൽ കഴിക്കാം. ചിലർക്ക് രാവിലെ തന്നെ അത് കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നില്ല. അങ്ങനെയുള്ളവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചിയ സീഡ്സ് വേണ്ട എന്നുള്ളവർക്ക് ഇത് ഈവനിങ് കഴിക്കാം, അല്ലെങ്കിൽ രാത്രി കഴിക്കാം. അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് വളരെ സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് രാവിലെ പോലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് ചിയ പുഡിംഗ് ആണ്. ഇതിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല, പാൽ ആഡ് ചെയ്യുന്നില്ല. ഒരു 8 ബദാം എടുക്കുക. ബദാം ആദ്യം തന്നെ നമ്മൾ കുതിർത്ത് തൊലി കളഞ്ഞു വെക്കണം. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം എടുത്ത് ആ ബദാം നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് കൂടി വെള്ളം ചേർത്തിട്ട് അത് നമുക്ക് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ബദാം മിൽക്കാണ്. അതിലേക്ക് 2 ടീസ്പൂൺ ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് രാത്രി ഫ്രിഡ്ജിൽ വെക്കാം. രാവിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് കട്ടിയുള്ള നല്ല കുതിർന്ന് വന്നിട്ടുണ്ടാവും. അതിലേക്ക് ഒരു 4 ഏലക്ക അത് നന്നായിട്ട് അതിന്റെ സീഡ് പൊടിച്ചെടുത്തത് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ഉണ്ടാവും. ഈ ഏലക്കാപ്പൊടി നിങ്ങൾ പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കും മെറ്റബോളിസത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ ഏലക്ക. ഇത് നിങ്ങൾക്ക് ആ പുഡിങ്ങിന്റെ മുകളിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉറുമാമ്പഴം കൂടി ചേർത്തോളൂ. ഇതിൽ ധാരാളം ന്യൂട്രിയൻസും ആന്റി ഓക്സിഡൻസും ഒക്കെ ഉള്ള നല്ലൊരു ഫ്രൂട്ടാണ് ഈ ഉറുമാമ്പഴം എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ പുഡിങ്ങിന് കൂടുതൽ ഹെൽത്തി ആക്കും. ഇത് നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാം. ഇതിലെ ബദാമും ഉറുമാമ്പഴം ഒക്കെ നിങ്ങളുടെ പുഡിങ്ങിന് ചെറിയൊരു മധുരം നൽകും. അത് കൂടുതൽ ഹെൽത്തി ആക്കുകയും ചെയ്യും. ഏലക്ക ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ഈ റെസിപ്പി പരീക്ഷിച്ചിട്ട് കമന്റിൽ പറഞ്ഞോളൂ കേട്ടോ. അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്മൂത്തിയാണ്. ഇത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 1/4 കപ്പ് റോൾഡ് ഓട്സ് എടുക്കുക. ഒരു 15 മിനിറ്റ് അത് കുതിർക്കാൻ വെക്കുക. ഒരു 10 ബദാം എടുത്ത് കുതിർത്ത് അതിന്റെ തൊലി മാറ്റി വെക്കുക. ഒരു ജാർ എടുത്ത് അതിലേക്ക് ഈ ബദാം ചേർക്കുക. കുതിർത്ത് വെച്ച റോൾഡ് ഓട്സ് എടുക്കുക. മധുരത്തിനായി 2 ഡേറ്റ്സ് എടുക്കുക. ഒരു മീഡിയം സൈസ് പഴം അത് ചെറിയ പീസാക്കി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഴം നന്നായിട്ട് പഴുക്കാനൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. 2 ടീസ്പൂൺ അതിലേക്ക് ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതിലേക്ക് ചേർക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമാക്കി കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഇത് നിങ്ങൾക്ക് കഴിക്കാം. വയറ് നല്ല ഫില്ലായ പോലെ, വയറ് നിറഞ്ഞ പോലെ ഉണ്ടാവും. ഒരുപാട് പോഷക മൂല്യമുള്ള ഒരു നല്ല സ്മൂത്തി ആയിരിക്കും ഇത്. ഇനി ഇത് നമ്മുടെ വെയിറ്റ് ലോസിന്, വണ്ണം കുറയാൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് പറയാം. ഈ ചിയ സീഡ്സിന് 5 സൂപ്പർ പവറുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ വയറിനെ എപ്പോഴും നിറഞ്ഞിരിക്കാൻ സഹായിക്കും. അത് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും. ഈ ചിയ സീഡ്സ് നമ്മുടെ വയറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ജെല്ല് പോലെയാകും. അങ്ങനെ നമ്മൾ പറഞ്ഞു അല്ലേ. അത് നമ്മുടെ മലബന്ധം, അതായത് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കും. അതുപോലെ ദഹനത്തെ സഹായിക്കുകയും ചെയ്യും.
രണ്ടാമത്തെ സൂപ്പർ പവർ എന്ന് പറയുന്നത് അതിലെ പ്രോട്ടീൻ കണ്ടന്റ് ആണ്. ഇത് നമ്മളെ മസിൽ ബിൽഡ് ചെയ്യാനൊക്കെ സഹായിക്കും. നിങ്ങൾ വണ്ണം കുറയുമ്പോൾ ഷേപ്പായി നിൽക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. അടുത്ത ഗുണം എന്ന് പറയുന്നത് അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കും. അതായത് മസിൽ വേദനകൾ പോലെയുള്ള വേദനകളൊക്കെ കുറയ്ക്കാൻ ഈ ചിയ സീഡ്സ് നിങ്ങളെ സഹായിക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടുകയും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. അതേപോലെ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അടുത്ത സൂപ്പർ പവർ എന്ന് പറയുന്നത് അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് അത് എനർജി നൽകും. അതായത് അത് കഴിച്ചാൽ പെട്ടെന്ന് ക്ഷീണം വരില്ല. കുറേ സമയത്തേക്ക് നമുക്ക് എനർജിയോടെ നിൽക്കാൻ പറ്റും. അടുത്ത സൂപ്പർ പവർ എന്ന് പറയുന്നത് അതിന്റെ പോഷക മൂല്യമാണ്. അതിൽ ധാരാളം കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ബോണിന്, നമ്മുടെ എല്ലിനൊക്കെ നല്ല ബലം കിട്ടാൻ സഹായിക്കും. ഇനി ചിയ സീഡ്സ് എത്ര കഴിക്കണം? എത്ര നല്ലതാണെങ്കിലും ഒരു അളവ് ശ്രദ്ധിച്ചല്ലേ നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഒക്കെ ചിയ സീഡ്സ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഒരു 20 മുതൽ 25 ഗ്രാം വരെ. ഇത് കൂടുതൽ കഴിച്ചാൽ നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. ഗ്യാസിന്റെയും ബ്ലോട്ടിങ്ങിന്റെയും ഒക്കെ പ്രശ്നം വരും. ഇനി ചിയ സീഡ്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. അതായത് ഈ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാലേ അതിന്റെ മുഴുവൻ ഗുണങ്ങളും കിട്ടുകയുള്ളൂ. ചിയ സീഡ്സ് എപ്പോഴും വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം കഴിക്കാൻ. ഒരു അരമണിക്കൂറെങ്കിലും കുതിർക്കണം. എന്നാലേ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം മുഴുവനായിട്ട് കിട്ടുകയുള്ളൂ. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഇത് BP കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല സ്കിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തൊരു ചോദ്യം, ഈ ചിയ സീഡ്സ് മാത്രം കഴിച്ചാൽ വെയിറ്റ് ലോസ് ഉണ്ടാവോ? എൻ്റെ വണ്ണം കുറയുമോന്ന്? ഇല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം OP-യിൽ ഒരു പേഷ്യന്റ് വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഒരു 30 വയസ്സേ ആൾക്കായിട്ടുള്ളൂ. ഡ്രൈവറാണ്. അധികം ഹൈറ്റ് ഒന്നുമില്ല. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം ഒരു 95 കിലോ ഒക്കെ ഉണ്ട്. അവർ പറഞ്ഞൊരു കാര്യം, ഭക്ഷണമൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കൂടെയുള്ളവരൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരാണ്, ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് ആ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോൾ മുട്ടുവേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി ചിയ സീഡ്സ് കഴിക്കുന്നുണ്ട് എന്ന്. ഡയറ്റ് ഇല്ല, എക്സസൈസ് ഇല്ല, രാത്രി ചിയ സീഡ്സ് കഴിക്കുന്നുണ്ട്. പക്ഷെ ചിയ സീഡ്സ് ഒരു ഗ്ലാസ് കഴിച്ചുകൊണ്ട് മാത്രം നമ്മുടെ വെയിറ്റ് കുറയാൻ പോകുന്നില്ല. ജങ്ക് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഒരു അരമണിക്കൂർ എന്നും എക്സസൈസ് ചെയ്ത് അതിന്റെ കൂടെ ചിയ സീഡ്സ് കഴിക്കുമ്പോഴാണ് നിങ്ങളുടെ വണ്ണം കുറയാൻ അത് നിങ്ങളെ സഹായിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ മെറ്റബോളിസം ഒക്കെ കൂടിയിട്ട് നമുക്ക് വെയിറ്റ് കുറയാൻ സഹായിക്കുന്നത്. നിങ്ങൾ ചിയ സീഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ പറയുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട റെസിപ്പി ഏതാന്ന്, നമ്മൾ പറയാത്ത റെസിപ്പി ആണെങ്കിൽ അത് കമന്റിൽ പറയുക. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചിയ സീഡ്സ് നിങ്ങൾ സ്ഥിരമായിട്ട് കറക്റ്റ് എമൗണ്ടില് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിന്റെ കൂടെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല വെയിറ്റ് ലോസ് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ വണ്ണം കുറയും. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇന്നത്തെ വീഡിയോ അപ്പോൾ ചിയ സീഡ്സിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിന്റെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു, എങ്ങനെ അത് വെയിറ്റ് ലോസിന് സഹായിക്കും എന്ന് പറഞ്ഞു, 3 റെസിപ്പികൾ ഷെയർ ചെയ്തു, അതിന്റെ ഗുണങ്ങളും അതെങ്ങനെ കഴിക്കണം, എത്ര അളവ് കഴിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഹെൽത്ത് ടിപ്സിന് വേണ്ടിയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.